ഹായ് ഗ്രേസ് ഗാർഡനിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. പ്രൂണിങ്ങിന് ശേഷം എൻ്റെ രണ്ട് അത്തികളിൽ നിറയെ അത്തിപ്പഴം ഉണ്ടായിരിക്കുകയാണ്. ഇത് ഡയാന അത്തിയാണ്. നമുക്കിത് പൊട്ടിച്ച് ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കാം. കൊല പോലെ 7ഓളം ഫ്രൂട്ട് ഈ ഒരു ഭാഗത്തുണ്ട്. ഇത് നമ്മളിവിടെ പ്രൂണിങ് നടത്തിയതിന് ശേഷം വന്ന 2 സ്റ്റമ്പുകളിൽ നിന്ന് വന്നിരിക്കുന്നതാണ്. ഇതാണ് ഇന്ന് പൊട്ടിക്കാൻ പോകുന്ന ഫ്രൂട്ട്, ഡയാന അത്തി. കൂടാതെ ഇവിടെയും ഒരു 4-5ഓളം കായ്കളുണ്ട്. ചെറിയൊരു പ്ലാന്റ് ആണ്, നട്ടിട്ട് 1 വർഷമായിട്ടില്ല. ഇതെൻ്റെ ടർക്കിഷ് ബ്രൗൺ ആണ്. കൂടാതെ ഈജിപ്ഷ്യൻ അത്തിയുണ്ട്, ഇസ്രായേൽ അത്തിയുണ്ട്. കൂടാതെ ഇവിടെയും 2 കായ്കൾ, ഫ്രൂട്ടുകൾ ഉണ്ടായി വരുന്നുണ്ട്. അപ്പോൾ അത്തി നമ്മൾ പരിപാലിച്ചാൽ നല്ല രീതിയിൽ നമുക്ക് അത്തി നമ്മുടെ വീട്ടിൽ നിന്ന് ഫ്രഷോടുകൂടി പറിച്ച് കഴിക്കാം. അപ്പോൾ നമുക്കിത് പൊട്ടിക്കാം. അപ്പോൾ ഞാൻ ഡയാന അത്തി പൊട്ടിക്കുകയാണ്. ഡയാന അത്തി ഇത് കണ്ടില്ലേ, ഉറുമ്പ് വന്നിട്ട് പയ്യെ ഒന്ന് ചുരണ്ടിയതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ നേരത്തെ ഒന്ന് പൊട്ടിക്കുകയാണ്. ഇച്ചിരൂടെ ഒന്ന് പഴുക്കണമായിരുന്നു തോന്നുന്നു. കണ്ടു, പശ വന്നിട്ടുണ്ട്. കുറച്ചുകൂടെ ഒന്ന് പഴുക്കണമായിരുന്നു. ഇവിടെ കളർ മാറാനുണ്ട്. അപ്പോൾ നമുക്ക് ഡയാന അത്തി ഒന്ന് കഴിക്കാം. കണ്ടോ, നല്ല ഫ്രഷായിട്ട് ഡയാന അത്തി. ഇനി നമുക്കൊന്ന് കഴിച്ചു നോക്കാം. ഇതിൻ്റെ രുചിയാണ് നമുക്കറിയേണ്ടത്. ഡയാന അത്തി കഴിക്കാൻ പോവുകയാണ്. ഒരു പീസ് എടുത്തിരിക്കുകയാണ്. നമുക്കിതിൻ്റെ ടേസ്റ്റ് നോക്കാം. നല്ല സൂപ്പർ മധുരം, നല്ല മധുരമുണ്ട് കേട്ടോ. നല്ല മധുരമുണ്ട്. പക്ഷെ എനിക്ക് കുറച്ചുകൂടെ ഒരു ടേസ്റ്റായിട്ട് തോന്നുന്നത് ഈ ടർക്കിഷ് ബ്രൗൺ ആണ്. എങ്കിലും ഇതിന് മധുരമുണ്ട്, നിറയെ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. കേട് കുറവാണ്, അങ്ങനെയുള്ള പ്രത്യേകതയുണ്ട്. എന്തായാലും അത്തിപ്പഴമാണല്ലോ. ഇനി നമുക്ക് ടർക്കിഷ് പാകമാകുമ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഇടുന്നുണ്ട്. എനിക്കിവിടെ ചൈനീസ് മാൻഡറിൻ ഓറഞ്ച് ഫ്ലവർ ചെയ്തിരിക്കുകയാണ്. സന്തോഷകരമായിട്ടുള്ളൊരു വാർത്തയാണ്. 2-3 മാസം മുമ്പ് നല്ല മഴ സമയത്ത് 1-2 ഫ്ലവർ എനിക്കുണ്ടായി. അത് പക്ഷേ മഴയായതുകൊണ്ട് നഷ്ടപ്പെട്ടു പോയി. ഇപ്പോൾ അതിൽ അത്യാവശ്യം നന്നായിട്ട് ഫ്ലവർ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോടെ നമുക്ക് കാണാം. അത്തിപ്പഴത്തിന് നല്ല മധുരമായിരുന്നു. അതുകൊണ്ട് നെയ്യുറുമ്പുകൾ വന്നിട്ട് ഇതിൻ്റെ സ്കിൻ അങ്ങോട്ട് അരിച്ച് കളഞ്ഞു. അതുകൊണ്ട് കുറച്ചുകൂടെ പഴുക്കണമായിരുന്നു. അതിന് മുമ്പ് നമുക്ക് പൊട്ടിക്കേണ്ടതായിട്ട് വന്നു. ഇനിയും ഫ്രൂട്ടുകളുണ്ട്. അപ്പോൾ ഉറുമ്പ് ഇങ്ങനെ വന്ന് ഇതിനെ അരിച്ച് കളയാതിരിക്കാൻ വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടി ഇടുകയാണ്. മഞ്ഞൾപ്പൊടി ഉറുമ്പിനെ പ്രതിരോധിക്കാൻ വളരെ മികച്ചതാണ്. ഇത് നമ്മുടെ വീട്ടിൽ പൊടിച്ചെടുത്തതാണ്. അപ്പോൾ ഇത് ഫ്രൂട്ടിലും അതിൻ്റെ തണ്ടിലും ഒക്കെ ആയിട്ടൊന്ന് ഇട്ട് കൊടുത്താൽ ഇനിയുള്ള ഫ്രൂട്ടുകൾ കളയാതിരിക്കും. ചോട്ടിലും കൊടുക്കുകയാണ്. ചോട്ടിൽ നിന്നാണ് ഇത് പ്ലാന്റിലേക്ക് കയറി വരുന്നത്. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് മഞ്ഞൾപ്പൊടി ഇതിൻ്റെ കടക്കിലും ചോട്ടിലൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. ചൈനീസ് മാൻഡറിൻ അങ്ങനെ ഫ്ലവർ ചെയ്തിരിക്കുകയാണ്. അത്യാവശ്യം നന്നായിട്ട് ഇവിടെ പുതിയ മുട്ടകളൊക്കെ വരുന്നുണ്ട്. പൂക്കളൊക്കെ വിടർന്നിട്ടുണ്ട്. ഇവിടെ കമ്പുകളിലൊക്കെ പുതിയ ഓറഞ്ചിൻ്റെ മുട്ടകൾ വരുന്നുണ്ട്. ഒരു 3-4 മാസം മുമ്പ് ഇത് 2 പൂവുണ്ടായി. കനത്ത മഴയായിരുന്നു. ആ മഴ സമയത്ത് ആയതുകൊണ്ട് അത് കൊഴിഞ്ഞുപോയി. അതിൽ കാവിടത്തൊന്നും ഉണ്ടായില്ല. എന്നാൽ ഒരു 3-4 മാസമായിട്ടിപ്പോൾ ഇതിൻ്റെ അകത്ത് ഒരു തളർപ്പ് പോലും വരുന്നില്ല, ഒരു അനക്കവുമില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്ത് പറ്റിയെന്നിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഇങ്ങനെ നോക്കിയപ്പോൾ ഇവിടെ ഇങ്ങനെ പുതിയ മുട്ടകൾ വന്നിരിക്കുകയാണ്. ആദ്യമായിട്ടാണ് ഇത്രയും എനിക്കിത് ഫ്ലവർ ചെയ്യുന്നത്. ഇതൊരു 1.5 അടി വലിപ്പമുള്ള ചെറിയൊരു പ്ലാന്റ് ഞാനിവിടെ പ്ലാന്റ് ചെയ്തതാണ്. ഇപ്പോൾ ഏകദേശം ഒരു 3 വർഷം കഴിഞ്ഞു. നല്ല വളർച്ച പെട്ടെന്നുണ്ടായിരുന്നു. നല്ല രീതിയിലൊക്കെ ഡ്രൈനേജൊക്കെ ഉള്ള രീതിയിലുള്ള പോട്ടി മിക്സാണ് തയ്യാറാക്കിയത്. വെള്ളം കെട്ടി നിൽക്കാതെ നന കുറച്ച് മൈക്രോ ന്യൂട്രിയൻസും അതുപോലെ വളങ്ങളൊക്കെ കൊടുത്തിരുന്നു. നല്ല മണ്ണിര കമ്പോസ്റ്റൊക്കെ കൊടുത്തിരുന്നു. അപ്പോൾ എന്തായാലും ഈ ചൈനീസ് മാൻഡറിൻ ആദ്യമായിട്ട് ഫ്ലവർ ചെയ്തതിൻ്റെ ഒരു സന്തോഷമുണ്ട്. ഓക്കെ, ദൈവത്തിന് നന്ദി പറയുന്നു. സീറ്റ് ലൂബി നിറയെ കായ്ച്ചു കിടക്കുകയാണ്. പുതിയ ഫ്ലവറും അതോടൊപ്പം വന്നുകൊണ്ടിരിക്കുകയാണ്. കണ്ടില്ലേ, പുതിയ ഫ്ലവർ വരുന്നു. അതോടൊപ്പം പഴയതൊക്കെ ഇങ്ങനെ അതിൻ്റെ പരുവത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുള്ളൂ. കണ്ടില്ലേ, ഇതിൻ്റെ ഒരു ഷേപ്പ് കണ്ടില്ലേ, ഒരു പ്രത്യേക ഷേപ്പാണ്. മറ്റു ലൂബിയായിട്ട് ഷേപ്പിൽ വ്യത്യാസമുണ്ട്. മാത്രമല്ല ഇതാ നെല്ലിക്ക വലുപ്പത്തിലേക്ക് വരുന്നേ ഉള്ളൂ. ശരിക്കൊരു നെല്ലിക്കയുടെ വലുപ്പത്തിലേക്ക് വരും. നല്ല ബ്ലാക്ക് കളറാവും. പ്ലമ്മിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ട്. കണ്ടല്ലേ, ഒരു കമ്പ് പോലും കായില്ലാത്തതില്ല. നമുക്കൊരു കമ്പ് പോലും എടുക്കാൻ ഇപ്പം നിർവാഹമില്ല. അതുപോലെ
പുതിയ പൂക്കൾ വരുന്നു. അതോടെ പഴയത് പാകമായി വരുന്നു. കുറേ കായ്കളാണ്, കണ്ടില്ലേ? സിറ്റ്ലി ഇതൊരു അർജന്റീനൻ വെറൈറ്റി റോളിനിയാണ്. കഴിഞ്ഞ വർഷം ഇതിൽ 5-8 ഫ്രൂട്ട് നമുക്ക് കിട്ടിയിരുന്ന വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിരുന്നതാണ്. കായ്ക്ക് സീഡിന് വലുപ്പക്കുറവാണ്, നന്നായിട്ട് ഫ്ലഷ് ഉണ്ട്. നമുക്ക് സ്കൂപ്പ് ചെയ്ത് കഴിക്കാവുന്ന ഒരു ഇനം കൂടിയാണിത്, റോളിനിയ. ഇതിൻ്റെ മട്ടോവയാണ്. നമുക്കറിയാം മട്ടോവ വലിയ മരമായിട്ട് പോയി അത് ഫ്രൂട്ട് നമുക്ക് വേണ്ട രീതിയിൽ സംരക്ഷിക്കാനോ പറിക്കാനോ ഒന്നും പറ്റാത്ത അവസ്ഥ വരും. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും നമ്മൾ പ്രൂൺ ചെയ്ത് നിർത്തിയിട്ട് ഇതൊരു കുടപോലെ നിർത്തി കഴിഞ്ഞാൽ അത്യാവശ്യം നമുക്കിത് വലയൊക്കെ ഇടാനും അതുപോലെ ഫ്രൂട്ട് പറിക്കാനൊക്കെ എളുപ്പമാണ്. അപ്പോൾ ഏകദേശം ഒരു 2 അടി മുകളിൽ വെച്ച് ഞാനത് പ്രൂൺ ചെയ്തു. ഇനിയിപ്പോൾ വീണ്ടും ഞാനൊരു 2 അടി മുകളിൽ വെച്ച് ഇത് വീണ്ടും ഒന്നോടെ ഒന്ന് പ്രൂൺ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമുക്കത് കട്ട് ചെയ്യാം. ഇതിങ്ങനെ ഒരു വശം ചെരിച്ചാണ്, ഇപ്പോൾ മഴയൊക്കെ ഉണ്ട്, അപ്പോൾ നമുക്ക് ചെരിച്ച് കട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇതിനൊരു മടിയും വിചാരിക്കേണ്ട, പ്ലാന്റുകൾ പ്രൂൺ ചെയ്യുന്നതിന് ഒരു മടിയും വിചാരിക്കരുത്. നമ്മൾ ധൈര്യമായിട്ട് പ്രൂൺ ചെയ്യണം. വെച്ച് പ്രൂൺ ചെയ്തു അതിൻ്റെ ചുവട്ടിലേക്ക് തന്നെ ഇട്ടേക്കുക. ഇനിയിപ്പോൾ നമ്മൾ ആ കട്ട് ചെയ്ത ഭാഗത്ത് സാഫോ അല്ലെങ്കിൽ റബ്ബർ കോട്ടോ തേച്ച് കൊടുക്കണം. അപ്പോൾ ഞാൻ എൻ്റെ റബ്ബർ കോട്ടുണ്ട്, അപ്പോൾ ഞാൻ അതൊന്ന് തേച്ച് കൊടുക്കുകയാണ്. ഇപ്പോൾ ചെറിയ മഴയൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ വെള്ളം ഇറങ്ങിയതിന് കിടന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് റബ്ബർ കോട്ട് തേച്ച് കൊടുക്കുകയാണ്. റബ്ബർ കോട്ട് ഇല്ലാത്തൊരു സാഫ് തേക്കും. സാഫ് വെച്ചിട്ട് ഒരു കവറൊക്കെ ഇട്ട് കൊടുത്താൽ നല്ലതായിരിക്കും, മഴയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഇതിൽ നിന്ന് ഇനി വീണ്ടും സ്റ്റമ്പുകൾ വരും. അങ്ങനെ ഒരു കുട പോലെ നമുക്ക് നിർത്താനായിട്ട് കഴിയും. ഇത് 6 മാസം മുമ്പ് പ്രൂൺ ചെയ്ത എൻ്റെ ഒരു ബറാപ്പിളാണ്. നല്ല ഇനമാണ്, കൽക്കട്ടയിൽ നിന്ന് വരുത്തിയതാണ്. ഇതാണ് പ്ലാന്റ്. ഇതിൻ്റെ ഈ ഭാഗത്ത് വെച്ച് പ്രൂൺ ചെയ്തു. ഏകദേശം 2 വർഷം പ്രായമുള്ള പ്ലാന്റാണ്. അതുപോലെ ഇവിടെയും ഇതെല്ലാം പുതിയ സ്റ്റമ്പുകളാണ് അതിനുശേഷം വന്ന്. ഈ പുതിയ സ്റ്റമ്പുകൾ വന്നതിൽ കാപിടുത്തം, പ്രൂണിങ്ങിന് ശേഷമുള്ള കാപിടുത്തം നമുക്ക് നോക്കാം. ഇതാണ് പ്രൂണിങ് നടന്ന ശേഷം ബറാപ്പിൾ കാപിടിക്കുന്നത്, കണ്ടില്ലേ? എല്ലാം കായായിട്ട് മാറുകയാണ്. നമ്മൾ കൊമ്പ് കോതിക്കഴിഞ്ഞാൽ കാപിടുത്തത്തിൻ്റെ വ്യത്യാസമേ കാണുന്നത്. ഇവിടെ ഇപ്പം നിറയെ ഇത് നമ്മൾ പ്രൂൺ ചെയ്തതിന് ശേഷം നിറയെ ഫ്ലവർ ഒന്ന് മാത്രമല്ല, ഫ്ലവറിലൊക്കെ നല്ല രീതിയിൽ കായും പിടിക്കുന്നുണ്ട്, കണ്ടില്ലേ? ഇവിടെയൊക്കെ കായായി മാറുന്നുണ്ട്. വിളവെടുപ്പിന് ശേഷം പ്രൂൺ ചെയ്യാൻ മറക്കരുത്. അങ്ങനെ നമ്മൾ പ്രൂൺ ചെയ്യുമ്പോൾ അതിനുള്ള മെച്ചം എന്ന് പറയുന്നത് നല്ല കാപിടുത്തം കിട്ടുമെന്നുള്ളതാണ്. ഇതൊരു 5-6 മാസം മുമ്പ് പ്ലാന്റ് ചെയ്ത റെഡ് വെറൈറ്റിയാണ്, മിസ് ഇന്ത്യ എന്ന് പറയും. ഇതിൽ കുറച്ച് ഫ്രൂട്ട് നമുക്ക് കിട്ടിയായിരുന്നു, ആദ്യമായിട്ടുണ്ടായതാണ്. ചെറിയൊരു റെഡിഷ് കളർ ഉണ്ടായിരുന്നു, കംപ്ലീറ്റ് റെഡൊന്നും ആയിട്ടില്ലായിരുന്നു. വിളവെടുപ്പിന് ശേഷം ഇതിലിപ്പോൾ നിറയെ ഫ്ലവർ വന്നിട്ടുണ്ട്, പക്ഷെ ഒരു ഫ്ലവർ പോലും ഇതിൽ കായായിട്ട് വരുന്നില്ല. ഇങ്ങനെ നിറയെ ഫ്ലവർ ചെയ്യുന്നുണ്ട്, പക്ഷേ കാ പിടിക്കുന്നില്ല. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ പ്രൂൺ ചെയ്യാൻ പോവുകയാണ്, കണ്ടല്ലേ? ഇതിൻ്റെ ഈ കടഭാഗത്ത് വെച്ച് ഇത് പ്രൂൺ ചെയ്യും. അപ്പോൾ അതിനുശേഷം വരുന്ന പുതിയ കമ്പുകളിൽ നിന്ന് ഫ്ലവർ ചെയ്യുമ്പോഴാണ് ഈ ബറാപ്പിളിൽ നല്ല രീതിയിൽ കാപിടുത്തം ഉണ്ടാകുന്നത്. അതുപോലെ നമ്മൾ പേരകൾ ഫ്രൂട്ട് എടുത്തതിന് ശേഷം പ്രൂൺ ചെയ്ത് കൊടുക്കണം. നല്ലൊരു വെറൈറ്റി ടൈപ്പിംഗാണ്. ഇതിൽ നിറയെ ഇപ്പോൾ കാ പിടിച്ചിരിക്കുകയാണ്, നിറയെ കാപിടുത്തമാണ്. ഈ പ്രകാരം നമ്മൾ ഡ്രമ്മിലൊക്കെ വയ്ക്കുന്ന അല്ലെങ്കിൽ നിലത്ത് വയ്ക്കുന്ന പ്ലാന്റുകളൊക്കെ പ്രൂൺ ചെയ്ത് നമ്മൾ നിർത്തണം. എങ്കിൽ മാത്രമേ ഇത് നല്ല രീതിയിൽ ഫ്രൂട്ട് ഉണ്ടാകുകയും അതോടൊപ്പം പരിപാലിക്കാൻ എളുപ്പവുമായിരിക്കും. ജപ്പാൻ പേരയാണ് ഇതിലെതിരായിട്ടും ഒരു ഫ്രൂട്ട് പോലും നമുക്ക് പിടിച്ച് കിട്ടിയിട്ടില്ല. പുതിയ മുട്ടകൾ വരുന്നുണ്ട്, ഇതുപോലെ നിറയെ പൂക്കുന്നുണ്ട്, പക്ഷേ ഒരു കായ പോലും നമുക്ക് ഇന്ന് കിട്ടിയിട്ടില്ല. ഒരു സബ് ട്രോപ്പിക്കൽ ഇനമാണ്. അപ്പോൾ അതിൽ നമ്മൾ തായ്വാൻ ആപ്പിൾ ഗുവ ബഡ് ചെയ്തപ്പോൾ കണ്ടോ, അതിന് മുകളം പൊട്ടി വന്നിട്ടുണ്ട്, ഇത് പിടിച്ചിട്ടുണ്ട് ഈ ബഡ്. തായ്വാൻ ആപ്പിൾ ഗുവ നമ്മുടെ സവാറയുടെ ഒരു തൈയാണ്, സീഡ് മുളച്ച തൈയാണ്. ഇതിലേക്ക് സബാറ ഡി ക്യാബിനോ, നല്ല ടേസ്റ്റുള്ള ഒരു സൈസുള്ള സബാറ ഡി ക്യാബിനോയുടെ കമ്പ് നമ്മൾ വീഗ്രാഫ്റ്റ് ചെയ്ത് പിടിച്ചിരിക്കുന്നത്. അപ്പോൾ ഇപ്രകാരം നമുക്ക് ഫ്രൂട്ട് മോശമായിട്ടുള്ള പ്ലാന്റുകളിൽ, കായ്ക്കാത്ത പ്ലാന്റുകളിലൊക്കെ ഗ്രാഫ്റ്റോ ബഡ് ചെയ്ത് നമുക്ക് നല്ല ഇനങ്ങൾ പിടിപ്പിക്കാവുന്നതാണ്. റെയിൻബോ കരിമ്പാണ്. ഇതാണ് ഇതിൻ്റെ ആദ്യം നട്ട സ്റ്റമ്പ്. നല്ല കളറുണ്ട്. ഇത് വളരെ സോഫ്റ്റാണ്. ഇത് കഴിക്കാൻ നമുക്ക് കടിക്കുമ്പോൾ മറ്റേ കരിമ്പ് മാത്രമുള്ള കട്ടി ഇതിനില്ല. പുതിയ സ്റ്റമ്പ് വന്നതിലൊക്കെ നല്ല മുഴുപ്പോടെ വരുന്നുണ്ട്.
ഞാനിത് വെറുതെ ഒന്ന് കുഴിച്ചിട്ട കാര്യമായിട്ട് വളമൊന്നും ചെയ്തില്ല. ഇപ്പോൾ വളമൊക്കെ ചെയ്യണം. കണ്ടില്ലേ, റെയിൻബോ കരിമ്പാണ്.